ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ പീസ് എഗ് മസാലയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് എഗ് മസാല നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒരുപാട് വിഭവങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറി. അപ്പോൾ ഈ കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗ്രീൻ പീസ് 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 മണിക്കൂറോ 8 മണിക്കൂറോ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം. അതിലേക്കായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് 2ഓ 3ഓ ആക്കാം, കുഴപ്പമൊന്നുമില്ല. 4 വേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 സവോള എടുത്തിട്ടുണ്ട്. 2 സവോള നമുക്ക് മസാല റെഡിയാക്കാനും 2 സവോള അരയ്ക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 തക്കാളി, 2 പച്ചമുളക്, ഇത്രയുള്ള 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടുതൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. 3 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമല്ല, നല്ല ജീരകമാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 5 കാഷ്യൂനട്ട്. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. കാഷ്യൂനട്ട് തന്നെ ചേർക്കണം. ഇതിന് വേറെ ഓപ്ഷനൊന്നുമില്ല. വേറെ ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഗ്രീൻ പീസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീസ് മസാല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കുക്ക് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോ ചീനച്ചട്ടിയിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മൺചട്ടിയിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇഞ്ചി ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം വഴറ്റിയിട്ട് അരയ്ക്കാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് വലിയ പീസായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 സവോളയാണ് ഈ കട്ട് ചെയ്തിട്ടുള്ളത്. 2 സവോള നമ്മൾ ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത സ്റ്റേജിൽ ചേർക്കാനുള്ളതാണ്, ഇപ്പോഴല്ല. ഇപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി നമുക്ക് ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. ഇതിലേക്ക് മൊത്തത്തിൽ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കി വഴറ്റിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. 1 പിഞ്ച് എന്ന് പറയുമ്പോൾ ഇതാ ഇത്രയും എടുക്കുന്നുള്ളൂ, കസൂരി മെത്തി. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മെത്തി നമുക്ക് ഇതിലേക്ക് അരച്ച് തന്നെ ചേർക്കാനുള്ളതാണ്, നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതല്ല. അപ്പോൾ കസൂരി മെത്തിയുടെ ഫ്ലേവറും കൂടി നമ്മുടെ അരപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. 1 മിനിറ്റ് ഒന്ന് കസൂരി മെത്തിയും കൂടി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവോള മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം അരച്ചെടുക്കാം. ചൂടോടുകൂടി അരയ്ക്കരുത്. അപ്പോൾ സവോള ഒരുപാട് വഴുന്ന കളർ മാറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാനല്ലേ, സവോളയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളും ഈ ചട്ടിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാകും നമ്മൾ ഇതുപോലെ സവോള അരച്ച് ചേർക്കുമ്പോൾ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കടിക്കാൻ കിട്ടില്ല. നന്നായിട്ട് അരഞ്ഞ് മിക്സ് ആകുമ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഗ്രീൻ പീസിലേക്കും പിടിക്കുകയും ചെയ്തോളും. ആ ഗ്രീൻ പീസിന് കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവോളയുടെയും എല്ലാ ഫ്ലേവറും കിട്ടിക്കോളും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ചട്ടിയിൽ തന്നെ കറി റെഡിയാക്കുന്നത് കൊണ്ടാണ് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. നിങ്ങൾ വേറെ പാനിലാണ് കറി റെഡിയാക്കുന്നതെങ്കിൽ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതിലാണോ സവോള വഴറ്റുന്നത് അതിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ വെളുത്തുള്ളിയൊക്കെ മുറിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ മുറിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ളതായതുകൊണ്ടാണ് മുറിച്ച് ചേർക്കാതെ അങ്ങനെ തന്നെ ചേർത്തത്. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ വീണ്ടും നെയ്യ് ചേർക്കാണ്. കുറച്ച് നെയ്യ് മതി, 1/2 ടീസ്പൂൺ നെയ്യ് മതി. ഈ നെയ്യുടെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ.
ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേഗം ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി സവോള, 2 സവോള നമ്മൾ ആദ്യം എടുത്തു. ഇനി ബാക്കിയുള്ള 2 സവോള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും ചേർക്കുക. ഇനി ഇതിലേക്കും ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. നമ്മളിപ്പോൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആദ്യം വഴറ്റിയ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ സവോളയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ലാസ്റ്റ് വേണം നമ്മുടെ കറിയുടെ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഈ സവോളയിൽ നിന്ന് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സവോള ബ്രൗൺ ആയി തന്നെ വരണം കേട്ടോ, അല്ലാതെ ലൈറ്റായിട്ട് വഴന്ന് വന്നിട്ട് കാര്യമില്ല. നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതൊരു 7-8 മിനിറ്റ് എടുക്കും ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരുപാട് എണ്ണയൊന്നുമില്ല, കുറച്ച് എണ്ണയുള്ളൂ. ആ കുറച്ച് എണ്ണയിലാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എണ്ണ ചേർക്കുന്നില്ല. ഈ സവോളയിൽ നമ്മുടെ പൊടികൾ കുക്കാവാനുള്ള എണ്ണയുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നിങ്ങൾ പൊടികൾ ചേർക്കുമ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൊടികൾ കുക്കായി കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സവോള വഴറ്റിയെടുത്തില്ലേ, അത് ഞാൻ അരച്ചെടുത്തു. അപ്പോൾ ആ സവോള അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കൂടി ചേർത്ത് അരയ്ക്കുക കേട്ടോ. വെള്ളം ചേർക്കരുത്. ആ കാഷ്യൂനട്ടും കൂടി ചേർത്തൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. അരയ്ക്കുന്നത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ തക്കാളി ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയറിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ ഒക്കെ, സവോളയ്ക്കൊന്നും അധികം റോ ടേസ്റ്റ് ഇല്ല, വഴറ്റിയെടുത്തതുകൊണ്ട് കാഷ്യൂനട്ടിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു നമ്മുടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് മല്ലിയില നമുക്ക് അവസാനം ചേർക്കാം. ഇപ്പോൾ ഈ മസാലയ്ക്കൊന്ന് ആവശ്യമായിട്ടുള്ള മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കുക്കായി വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെ കൂടെ ഈ വെള്ളവും കൂടി വറ്റി വന്നോളും. എല്ലാം നമ്മുടെ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ തന്നെ ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കാം കേട്ടോ, പച്ചവെള്ളം ചേർക്കരുത്. ഇനി നമ്മൾ ചേർക്കുമ്പോൾ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് നമ്മൾ കറി റെഡിയാക്കി, ഗ്രേവി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട, നമ്മുടെ ഉപ്പിൻ്റെ അളവ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിള വന്നു തുടങ്ങും, ബബിൾസ് വന്നു തുടങ്ങുന്നുണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിള വന്നു തുടങ്ങും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ പുളി അനുസരിച്ച് 1-2 തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ 1 തക്കാളിയല്ലേ എടുത്തിട്ടുള്ളൂ, അധികം പുളി വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് 1 തക്കാളി എടുത്തത്. തക്കാളി ഓവറായിട്ട് അങ്ങോട്ട് കുക്കായി പോകണ്ട കേട്ടോ. തക്കാളി നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെ കുക്കായി വന്നോളും. അതുകൊണ്ട് തക്കാളി ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ഗ്രീൻ പീസ് നന്നായി വേവുന്ന ഗ്രീൻ പീസാണ്. ഒറ്റ വിസിലിന് തന്നെ നന്നായിട്ട് കുക്കായി വന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച വെള്ളവും കൂടി ചേർക്കുകയാണ്.
ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ ചില ഗ്രീൻ പീസ് ഒരു വിസിലിൽ കുക്കായി വരും, ചില ഗ്രീൻ പീസ് കൂടുതൽ സമയം എടുക്കും. അത് നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പീസിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം എന്നുള്ളത്. നമ്മുടെ ഈ ഗ്രേവി വേഗം തിക്കാവും കേട്ടോ, കാഷ്യൂനട്ട് ചേർത്തുകൊണ്ട് വേഗം തന്നെ തിക്കായി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് ഗ്രേവിയുള്ള ടൈപ്പല്ല നമ്മുടെ പീസ് മസാല ചെയ്യുന്നത്, കുറച്ച് ഗ്രേവിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ഗ്രീൻ പീസിൽ ചേർത്ത വെള്ളം തന്നെയുള്ളൂ. ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് തുടങ്ങുന്നുണ്ട്, അവിടെ എവിടെയായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിന് 4 മുട്ട എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരുത്താം എന്നുള്ളത്. നമുക്ക് എത്ര മുട്ട വേണമോ അത്രയും മുട്ട ചേർക്കാം. 2 മുട്ട മതി എന്നുണ്ടെങ്കിൽ 2 മുട്ട ചേർക്കാം. ഇതിപ്പോൾ 4 മുട്ട എന്നുള്ളത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന മല്ലിയില ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില മതി കേട്ടോ, ഒരുപാട് മല്ലിയിലയൊന്നും വേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തല്ലോ, ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർക്കാം. ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. മുട്ട ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് ഇനി കുറുകി വരാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി ചൂട് മാറി വരുന്നതനുസരിച്ച് കുറുകിക്കൊണ്ടിരിക്കും നമ്മൾ കാഷ്യൂനട്ട് ചേർത്തതുകൊണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർക്കുക. ഈ ഒരു സ്റ്റേജിലാണെങ്കിലും തിളച്ച വെള്ളം ചേർത്തിട്ട് ഗ്രേവി ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കറിയുടെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ 2 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് മസാല? ഈസി അല്ലേ? അധികം ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം, കുറച്ച് ജോലി ചെയ്താലേ നമുക്ക് നല്ല ടേസ്റ്റുള്ള കറി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം സവോള വഴറ്റിയെടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഞാൻ തരാം. വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ സവോള ഒരുമിച്ച് തന്നെ വഴറ്റുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാനായതുകൊണ്ടാണ് 2ആയിട്ട് വഴറ്റിയത്. വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ സവാള ഒരുമിച്ച് തന്നെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുക. അതിലേക്ക് കസൂരി മെത്തി ഒന്ന് വേറൊരു പാനിൽ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് അത് ചേർത്ത് അരച്ചെടുക്കുക. ബാക്കിയുള്ള സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ കറിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയും മതി, നമ്മുടെ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇരുന്ന് കുറുകി വരും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ചിട്ട് ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഒക്കെ കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നാളെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇന്ന് തന്നെ രാവിലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് വൈകിട്ടത്തേക്ക് കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുണ്ടോ, ഇത് വീണ്ടും ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ കുറുകിപ്പോവും. അപ്പോൾ കൂടുതൽ കാഷ്യൂനട്ട് അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ തിക്കായി പോകട്ടോ നമ്മുടെ ഗ്രേവി. അതുകൊണ്ടാണ് നമ്മൾ 5 കാഷ്യൂനട്ട് മാത്രം അരച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.